ഹായ്, ഇതെൻ്റെ യൂട്യൂബ് ചാനലത്തെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. ക്രോഷ്യ അല്ലെങ്കിൽ വൂളൻ ത്രെഡ് വെച്ചിട്ട് ഒരു ബോ എങ്ങനെയാണ് ഉണ്ടാക്കാന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കണേ. ക്രോഷ്യറ്റ് വെച്ച് നമ്മൾ ഏതൊരു പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിലും അതിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് ഈ ഒരു സ്ലിപ്പ് നോട്ട് ഇടുക. അതിന് വേണ്ടിയിട്ട് ഈ ത്രെഡ് ഒന്ന് എക്സ് പോലെ വെച്ചിട്ട് നീഡിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് വേണം ത്രെഡ് വലിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. എത്രത്തോളം നീളം വേണോ നിങ്ങൾക്ക് അത്രയും ചെയ്യാം. ഞാനിവിടെ 50 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. എല്ലാ ബിഗിനേഴ്സിനും ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് കേട്ടോ ഈ ബോ. എൻ്റെയും ഫസ്റ്റത്തെ പ്രൊജക്റ്റാണ് ഈ ഒരു ബോ. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ തെറ്റുകളും ഇംപെർഫെക്ഷൻസും ഇതിനുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ 50 ചെയിൻ സ്റ്റിച്ചും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും നീളമാണ് കിട്ടിയത്. നിങ്ങൾക്ക് ഇതിനിപ്പോൾ കൂടുതലാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് സ്റ്റിച്ച് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് സ്റ്റിച്ച് ആഡ് ചെയ്യുകയോ ചെയ്യാം. അങ്ങനെ ചെയിൻ സ്റ്റിച്ചിന് ശേഷം നമ്മൾ അടുത്തൊരു റോയും കൂടി അതേപോലെ തന്നെ ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റത്തെ ആ കാണുന്ന വി പോലുള്ള അതിൻ്റെ ഉള്ളിൽ കൂടെ നീഡിലെടുത്തിട്ട് ആ ത്രെഡ് ഒന്ന് വലിച്ചിട്ട് നമ്മൾ നീഡിൽ ഓൾറെഡി ഉള്ള ആ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടിയും ഒന്ന് എടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ എൻഡ് വരെ ചെയ്തിട്ട് പോകണേ. ഞാനൊരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ അത്ര ക്വാളിറ്റി ഉള്ള ത്രെഡ് ഒന്നുമില്ല എടുത്ത്. അതിൻ്റെതായ പ്രശ്നങ്ങൾ ഈ സ്റ്റിച്ചിങ്ങിൽ കാണാനുമുണ്ട്. ഇത് ചെയ്യുമ്പോൾ ഭയങ്കര ടൈറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെയിനിൻ്റെ ഷേപ്പുകളും ചെറുതായിട്ടൊന്ന് മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ക്വാളിറ്റി ഉള്ള ത്രെഡ് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കും. അങ്ങനെ നമ്മൾ എൻഡ് വരെ ഈ സ്റ്റിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ എൻഡിലൊരു നോട്ട് ഇട്ട് കൊടുക്കുക. അത് ഞാൻ എങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അവസാനം ആ ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. ത്രെഡ് കട്ട് ചെയ്യുമ്പം കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നമുക്ക് ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് തന്നെ സെക്യൂർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അതും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളും ചെയ്യുക. അല്ലെങ്കിൽ ഒരു നീഡിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. എൻ്റെ കയ്യിൽ വലിയ നീഡിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹുക്ക് വെച്ച് തന്നെ ഇത് ചെയ്തത്. അപ്പോൾ ഇത്രയും നീളത്തിലാണ് നമ്മൾ ചെയ്തെടുത്ത ആ ഒരു സ്റ്റിച്ച് കിട്ടിയത്. ഇതിൻ്റെ അടിഭാഗത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും ഈ ഒരു ത്രെഡ് ആയതുകൊണ്ട് തന്നെ ഷേപ്പുകളൊക്കെ കുറച്ച് മാറിക്കുന്നു. ഇനി ഈ വീഡിയോയിൽ കാട്ടുന്ന പോലെ തന്നെ വേറൊരു ചെറിയൊരു പീസ് ത്രെഡ് എടുത്തിട്ട് ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈസി ബോ ഇവിടെ റെഡിയായി കിട്ടുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, കാണുന്ന വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. ഈ ചാനലിൽ വീഡിയോസ് കാണുന്ന മിക്ക ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. So please subscribe and thank you.